എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളുടെ സുഖമായിരിക്കുന്നു. അപ്പൊ കുറെ ദിവസത്തിന് ശേഷം ഒരു റെസിപ്പി ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. കാരണം വിഷു വ്ളോഗ്, സ്കോട്ട്ലൻഡ് വ്ളോഗ്, ഇനി സ്കോട്ട്ലൻഡിന്റെ വ്ളോഗ് ഇടാനുണ്ട്, 2 പാർട്ട് ഇട്ടിട്ടുള്ളൂ. അപ്പൊ എഡിറ്റ് ചെയ്യുന്നതിനടുക്ക് ഞാൻ വിചാരിച്ചു ഒരു കുക്കിംഗ് വീഡിയോ എന്തായാലും വേണമെന്ന്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള കുക്കർ ചിക്കൻ ബിരിയാണി ആയിട്ടാണ്. അപ്പൊ ഇതിനു മുമ്പ് ഞാൻ കുക്കർ ബിരിയാണി ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാംഗ്ലൂർ റെസിപ്പിയാണ്, ബാംഗ്ലൂർ സ്റ്റൈൽ റെസിപ്പിയാണ്. അപ്പൊ എന്തായാലും തയ്യാറാക്കി നോക്കുക. ഞാൻ പേര് ഞാൻ പറയുന്നില്ല, കാരണം പേര് പ്രൊനൗൺസ് ചെയ്ത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാനത് എഴുതി കാണിക്കാം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള കുക്കർ ചിക്കൻ ബിരിയാണി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു ബിരിയാണി, അതും കുക്കർ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതൊരു എന്താ പറയുക, ബാംഗ്ലൂർ റെസിപ്പിയാണ് കേട്ടോ, ബാംഗ്ലൂർ ബിരിയാണിയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചിക്കനാണ്, ചിക്കൻ ബ്രസ്റ്റ് ആണ്. ഞാനിവിടെ ചെറിയ പീസസ് ആയിട്ടാണ് മുറിച്ചിരിക്കുന്നത്. അതേസമയം നിങ്ങൾക്ക് വലിയ പീസായിട്ട്, അതായത് ബിരിയാണി കട്ടിംഗ് എന്നുള്ള രീതിയിൽ ബിരിയാണി പീസസ് ആയിട്ട് തന്നെ മുറിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതിപ്പോൾ എന്താ പറയുക, ചെറിയ പീസസ് ആണെങ്കിൽ അതിലോട്ട് കുറച്ചും കൂടെ നന്നായി മസാല പിടിക്കും എന്നുള്ളത് കൊണ്ടാണ് ചെറിയ പീസസ് ആയിട്ട് മുറിച്ചിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യണം. സാധാരണ രീതിയിൽ ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാറില്ല. പക്ഷേ നമ്മൾ ചിക്കൻ ഫ്രൈ ആണ്ട് ഇടുമ്പോൾ എന്താ വെച്ചാൽ ഒരു വെളുത്തിരിക്കുന്ന പോലെ ഒരു ഫീലാണ്. അതുകൊണ്ട് ഞാൻ ഈ സ്റ്റെപ്പ് എടുക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഗ്രേവി ഉണ്ടാക്കിയതിന് ശേഷം ഈ ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക. അതിലോട്ട് 2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെ ഒരു മാരിനേറ്റ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രൈ ചെയ്യാണ്ട് ഇട്ട് കഴിഞ്ഞാലേ ഇങ്ങനെ വെളുത്തിരിക്കുന്ന പോലെയാവും. അപ്പോൾ ഇവിടെ അവിക്കൊന്നും ഇഷ്ടമില്ല അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ചിക്കൻ കഴിക്കില്ല അവൻ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ ഒരു സ്റ്റെപ്പ് അഡീഷണൽ ആയി ചെയ്യുന്നത് കേട്ടോ. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ 20 അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും മിനിമം ഇതങ്ങ് മാറ്റി വെക്കാം. ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ പുറത്ത് അടച്ചു വെച്ചാലും പ്രശ്നമില്ല. ഞാനിതിന് മുൻപ് നമ്മളുടെ ആ ഒരു ലോക്ക്ഡൗൺ ടൈമിൽ കുസ്ക റൈസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടുണ്ടായിരുന്നു. സെയിം റെസിപ്പി തന്നെയാണ് കേട്ടോ. അതിൽ വെജിറ്റബിൾസും ചിക്കനും ഒന്നും ഇല്ലാണ്ട് വെറുതെ റൈസ് മാത്രമായിരുന്നു. പക്ഷെ നമ്മൾ അതിന് പകരമായിട്ട് ചിക്കൻ ഇടുന്നു എന്ന് മാത്രം. അപ്പോൾ ഓൾമോസ്റ്റ് സെയിം ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴേക്കിനും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് ഐറ്റംസ് അരച്ചെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. അതിലോട്ട് ഒരു സവാളയുടെ പകുതി അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 10 അല്ലി വെളുത്തുള്ളി, അതും വേണമെങ്കിൽ ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു മീഡിയം കഷ്ണം ഇഞ്ചി മുറിച്ചിട്ടത്, 4 പച്ചമുളക്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ ഈ ബിരിയാണി കുറച്ച് സ്പൈസി ആണെന്നാണ് പറയുന്നത്. അങ്ങനെ നിങ്ങൾക്ക് നല്ല എരിവ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടി കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു മീഡിയം എരിവാണ് ഞാൻ ചെയ്യുന്നത് ബിരിയാണിക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് 4 ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 6 or 7 പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ നല്ല ജീരകം, അതായത് ക്യൂമിൻ സീഡ്സ്, ഒരു 1/4 ടീസ്പൂൺ പെപ്പർ, ഹോൾ പെപ്പർ. അപ്പോൾ ഹോൾ പെപ്പർ നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ പെപ്പർ പൗഡർ ചേർത്താലും മതിയാകും. ഒരു ഏലക്കായ, 3 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ ഒരു കൈപ്പിടി കൊറിയാണ്ടർ ലീവ്സ്, അതായത് മല്ലിയുടെ ഇല, അതേപോലെ തന്നെ ഒരു കൈപ്പിടി പുതിനയുടെ ഇല. ആദ്യം ഇതൊന്ന് കറക്കുക, അതിനുശേഷം നന്നായി അരച്ചെടുക്കട്ടെ. ഒരു അല്പം വെള്ളം ചേർത്തിട്ട് നല്ല മഷി പോലെ ഇത് അരച്ചിട്ട് ഞാൻ കൊണ്ടുവരാം. അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഓവർ വെള്ളം ചേർക്കരുതിട്ട്. അപ്പോൾ ഇങ്ങനെ ഇതിനേക്കാളും ഭയങ്കര ലൂസായിട്ട് മാറും. അപ്പോൾ നല്ല മഷി പോലെ അരഞ്ഞിട്ടുണ്ട്, നമുക്ക് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ 5.5 ലിറ്ററിൻ്റെ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം. അതിലോട്ട് നമുക്ക് ഈക്വൽ എമൗണ്ട് ഓയിലും അതേപോലെ തന്നെ നെയ്യും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിലും 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അതിലോട്ട് നമുക്ക് ഒരു ബേ ലീഫ്, ഇത് ചെറുതായതുകൊണ്ട് 2 ചെറുതിടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കഷ്ണം പട്ട, ഒരു സ്റ്റാർ അനീസ്, അതായത് തക്കോലം, 3 ഗ്രാമ്പൂ, 2 ഏലക്കായ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ നമുക്ക് സാധാരണ തമിഴ് റെസിപ്പീസ് ഉണ്ടാക്കുമ്പോൾ ചേർക്കാറുള്ള കൽപ്പാസി, അതായത് പത്തർക്ക ഫൂൽ എന്ന് പറഞ്ഞ സംഭവം ഇട്ട് കൊടുക്കുക. ഇത് ഇട്ടിട്ടുണ്ടെങ്കിലാണ് ശരിക്കും ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇല്ലാത്തവർ ഒഴിവാക്കാം. പക്ഷേ ഇതിപ്പോൾ തമിഴ് സന്ധ്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കടകളിൽ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഒന്ന് വാങ്ങിച്ചാൽ മതി. 40 രൂപയുള്ളൂ ഇന്ന് സംഭവം. പക്ഷേ ഇവിടെയൊക്കെ നല്ല വിലയുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. അത് വാടി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 2.5 സവാള, 3 സവാള മൊത്തത്തിൽ വേണം. 1/2 സവാള നമ്മൾ അരച്ച് ചേർത്തു. ബാക്കിയുള്ള 2.5 സവാള ഇട്ട് കൊടുക്കാം. മീഡിയം സവാള കേട്ടോ. ഇതിലോട്ട് നമുക്ക് ആദ്യം 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആദ്യമേ തന്നെ ഒരുപാട് ഉപ്പിടണ്ട.
ഇത് നമുക്ക് നല്ല ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ അങ്ങ് വാട്ടി കൊടുക്കാം. നമ്മുടെ കുസ്ക റൈസ് ഉണ്ടാക്കിയവർക്ക് മനസ്സിലാവും, ഏകദേശം സെയിം റെസിപ്പി തന്നെയാണ്. ഇതിൽ ചിക്കൻ ഇടുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് മട്ടൻ ആണെങ്കിൽ മട്ടൻ ഇടാം, ബീഫാണെങ്കിൽ ബീഫ് ഇടാം, മാറി മാറി ഇട്ടാൽ മതി. ഈവൻ വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഇതിലേക്ക് മഷ്റൂമോ സോയയോ ഇട്ട് കൊടുക്കാം. വളരെ ഈസി ബിരിയാണിയാണത്. ഇപ്പോൾ ബാംഗ്ലൂരിൽ പഠിച്ചവർക്കും ഒക്കെ ഒരു നൊസ്റ്റു ആണത്, നൊസ്റ്റു ബിരിയാണി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതൊന്ന് വാടട്ടെ കേട്ടോ. ഞാനിവിടെ 2 ഗ്ലാസ് നമ്മുടെ ജീരകശാല അരിയില്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. അരമണിക്കൂർ മുമ്പ് നന്നായി വാഷ് ചെയ്തതിന് ശേഷം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്നിട്ട് ഒരു സ്ട്രെയിനർ കൂടെ അരിച്ചിട്ട് ഇതിൻ്റെ വെള്ളം എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിതാണ് ഉപയോഗിക്കുന്നത്. 2 ഗ്ലാസ് അരിയുടെ അളവാണ് കേട്ടോ ഞാൻ പറയുന്നത്. നോർമലി ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഈ റൈസാണ് ഉപയോഗിക്കാറുള്ളത്. അതേസമയം നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇത് ഈ റൈസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബസ്മതി റൈസ് ഉപയോഗിച്ചിട്ടും ചെയ്യാം. നമ്മുടെ സവാളയൊക്കെ ചെറുതായിട്ട് ഗോൾഡ് കളർ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചിട്ടുണ്ടായിരുന്നത്, അത് ഞാൻ പറയാൻ മറന്നുപോയി. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്ന സവാളയൊക്കെ നന്നായിട്ട് കളർ മാറിയിട്ടുണ്ടെങ്കിൽ ഇത് തീ കുറയ്ക്കണേ, ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് പൗഡേഴ്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി, അല്ലെങ്കിൽ ബിരിയാണി മസാല എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കാം, അത് ചേർത്താലും മതി. ഇതെല്ലാം കൂടി ചേർത്ത് ചെറിയ തീയിലിട്ടതിന് ശേഷം ഒരു 3 മിനിറ്റോളം വാട്ടിയെടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ബിരിയാണിക്ക് ഒരു പച്ചച്ചുവ മുന്നോട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് വാട്ടിയെടുക്കാം. അപ്പോൾ ഇതിൽ 3 മിനിറ്റോളം നമ്മൾ വാട്ടി കൊടുത്തിട്ടുണ്ട് ചെറിയ തീയിൽ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ ആദ്യമേ അരച്ചു വെച്ചിട്ടില്ലേ, കൊറിയാണ്ടർ ലീവ്സ് എല്ലാം കൂടിയിട്ടുള്ള അതങ്ങ് ആ പേസ്റ്റ് അങ്ങ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഇതങ്ങ് വഴറ്റിയെടുക്കാം. കാരണം നമ്മളിതിൽ സവാളയൊക്കെ ചേർത്തിട്ടുണ്ട്, അപ്പോൾ സവാളയുടെ ഒക്കെ പച്ചമണം മാറണം. അല്ലെങ്കിൽ ചിലവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സവാള എല്ലാം കൂടി വഴറ്റിയതിന് ശേഷം ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കും, അങ്ങനെയും ചെയ്യാം. എന്തായാലും അപ്പോൾ ഇതൊരു 5 മിനിറ്റോളം വഴറ്റിയെടുക്കാം നമുക്ക്. നമ്മളിതിപ്പോൾ 5 മിനിറ്റോളം വഴറ്റി കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഒരു തക്കാളി, മീഡിയം തക്കാളി ഇട്ട് കൊടുക്കാം. അതും ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റി നല്ലതായിട്ട് മഷി പോലെ അങ്ങ് കുക്ക് ചെയ്തെടുക്കണേ. അപ്പം വെള്ളം ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ടൊമാറ്റോ നന്നായി കുക്കായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 3 ടേബിൾ സ്പൂൺ തൈര്. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. ഇത് നമുക്കിനി മാറ്റി വെക്കാം. ഇനി ചിക്കൻ 1/4 ഭാഗം കുക്കാവുന്നവരെ ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അതേസമയം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഫ്രൈ ചെയ്യേണ്ട, മാരിനേറ്റ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് മാറ്റി വെക്കട്ടെ. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് സോസ് പാൻ ചൂടാക്കട്ടെ കേട്ടോ. ചൂടായിട്ടുള്ള എണ്ണയിലോട്ട് നമുക്ക് ചിക്കൻ്റെ പീസസ് ഇട്ടിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1/4 ഭാഗം വേവാവുന്ന വരെ നമുക്ക് ഫ്രൈ ചെയ്താൽ മതിയാവും. ഒരുപാട് അങ്ങ് കട്ടിക്ക് ഫ്രൈ ചെയ്യേണ്ട, അപ്പോൾ പിന്നെ സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. ഇത് തിരിച്ചു മറിച്ചിട്ടിട്ട് 1/4 ഭാഗം വേവാവുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റിയിട്ട് ആ ഗ്രേവിയിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു 1/4 ഭാഗത്തോളം കുക്കായിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് എടുത്തിട്ട് ഇതിൻ്റെ എണ്ണയൊക്കെ കളഞ്ഞതിന് ശേഷം ഒന്നില്ലെങ്കിൽ ഒരു അരിപ്പിലോട്ട് മാറ്റാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഗ്രേവിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ മറ്റേ ബാക്കിയുള്ള ചിക്കനും വറുത്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ ചിക്കൻ്റെ പീസസും ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രേവിയിലോട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് കുക്ക് ചെയ്തതിന് ശേഷം ആ വെള്ളം വറ്റിക്കുക. അതിനുശേഷം 4 ഗ്ലാസ് വെള്ളം വീണ്ടും ഒഴിക്കണം. അപ്പോഴാണ് കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ. വെള്ളം വറ്റിയതിന് ശേഷം ഒഴിച്ചാൽ മാത്രം കേട്ടോ. അപ്പോൾ ബസ്മതി റൈസ് ആണെങ്കിൽ 3/4 ഗ്ലാസ് വെള്ളം, അതായത് 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് നമ്മളുടെ ജീരകശാല അരിക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കാൻ പോവുകയാണ്. മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായി തിളച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്തിട്ട് വെള്ളം വറ്റിച്ചെടുക്കാം കേട്ടോ. കാരണം നമ്മളിത് 1/4 ഭാഗം വെന്ത ചിക്കനാണ്, എന്നാൽ പോലും ഒന്ന് ഇതിൽ കൂടുതൽ മസാലയിലൊക്കെ കിടന്ന് യോജിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും ഒന്ന് കുക്ക് ചെയ്യുന്നത്. 5 മിനിറ്റോളം കുക്ക് ചെയ്തിട്ടുണ്ട്. അടച്ചു വെച്ചിട്ട് ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് ഈ വെള്ളം അങ്ങ് വറ്റിച്ചെടുക്കണേ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, കാരണം അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ. അപ്പോൾ നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുക്കാം. നമ്മുടെ ചിക്കനിലത്തേക്ക് വെള്ളമൊക്കെ അത്യാവശ്യം നന്നായി വറ്റിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിനി നമ്മുടെ അരി ഇട്ട് കൊടുക്കണേ. സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന, ഒട്ടും തന്നെ വെള്ളമില്ലാതെ അരിച്ചു വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 5 പേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ബിരിയാണിയാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്കിതിലോട്ട് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. 4 ഗ്ലാസ് ചൂടുവെള്ളം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കണേ. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് അങ്ങ് താഴോട്ടാക്കി കൊടുക്കുക. ഇതിൻ്റെ രുചി നോക്കുക. ഉപ്പ് ഒരു അല്പം മുന്നോട്ട് നിൽക്കണം. എപ്പോഴും ചെയ്യാറുള്ള പോലെ തന്നെ ഒരു നുള്ളു പഞ്ചസാര ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ടേസ്റ്റിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഉപ്പ് നോക്കട്ടെ.
ഉപ്പ് കുറവാണ്. നമ്മൾ 1 ടീസ്പൂൺ ഉപ്പാണ് ആദ്യമേ ചേർത്തിട്ടുണ്ടായിരുന്നത്. 1/2 ടീസ്പൂൺ ഉപ്പ് മാരിനേഷന് വേണ്ടിയിട്ടും 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്ത് നോക്കാം. ഇനി ഒരല്പം ചെറുനാരങ്ങ നീരും കൂടെ ഞാൻ ഇരിക്കുന്നുണ്ട്. ഒരുപാട് പുളിയായാലും കൊള്ളില്ല. 1/2 ടീസ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് നോക്കാം. നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക, താഴെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് കുക്കർ അടയ്ക്കാം. പക്ഷെ കുക്കർ അടയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഞാൻ എപ്പോഴും കുക്കർ ബിരിയാണിയിൽ പറയാറുണ്ട്. എന്താണത്? കുക്കറിൻ്റെ വെയിറ്റ് വേണ്ട. നമുക്ക് ഈ വെയിറ്റ് അങ്ങ് ഊരാം. വെയിറ്റ് ഇല്ലാതെ നമുക്ക് അടയ്ക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അതിനെ നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം 7 മിനിറ്റ് അലാറം വെച്ചോളൂ. 7 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെയിറ്റ് ഇല്ലാണ്ട് നമുക്ക് കുക്ക് ചെയ്യാം. ഓക്കെ, 7 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുക്കർ ഓഫ് ചെയ്തിട്ട് ചൂടില്ലാത്ത അപ്പുറത്തെ അടുപ്പിലോട്ട് അങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം, അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ഇതിന്റെ കുക്കറിന്റെ ചൂടാറിയതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ചൂടില്ലാത്ത അടുപ്പിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഞാൻ കുക്കർ തുറന്നു. നമുക്ക് ഇനി ഇതിലത്തെ ഈ റൈസ് മുഴുവനും താഴെയിൽ നിന്ന് മേലെയോട്ട് ഇങ്ങനെ എടുക്കണേ. പിന്നെ അഥവാ ഇതിപ്പോൾ എല്ലാം നന്നായി കുക്കായിട്ടുണ്ട്. ഇതിപ്പോൾ മറ്റേ ബിരിയാണി പോലെ വേറിട്ട് കിടക്കില്ല റൈസ്. ഇന്ന് കുഴഞ്ഞിരിക്കുന്ന ഒരു ബിരിയാണിയാണ് കേട്ടോ. ഇത് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇത് ഇച്ചിരി ചൂടാറുമ്പോഴാണ് ഇതിൻ്റെ പെർഫെക്റ്റ് ആയിട്ട് ടേസ്റ്റ് അറിയാം. അപ്പോൾ അടിപൊളിയായി വന്നിട്ടുണ്ട്. ഞാനൊരു രുചി നോക്കട്ടെ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇതിൻ്റെ കൂടെ നമുക്ക് സാലഡും അതുപോലെ തന്നെ എന്നിട്ട് ലെമൺ ഡേറ്റ്സ് പിക്കിളോ അല്ലെങ്കിൽ സാധാരണ ലെമൺ പിക്കിളോ എന്താണെന്ന് വെച്ചാൽ സെർവ് ചെയ്യാം. അപ്പം എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ബിഹൈൻഡ് ദ സീൻസ്. ഓക്കെ, ഇനി ഫോട്ടോ കൂടെ എടുത്തു കഴിഞ്ഞാൽ അമ്മൂര് പോവാം. ഇനി ഈ ബിരിയാണി ഉണ്ടല്ലോ, ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ട്. ഇന്നലെ ഉണ്ടാക്കിയ ബിരിയാണി ഇന്നൊക്കെ കുറച്ചും കൂടെ സ്വാദ് തോന്നില്ലേ? ബിരിയാണി ഏതാണെങ്കിലും അതൊക്കെ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കുക. അടുത്ത അടിപൊളിയായിട്ട് റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.